ശിവപാർവതി പാർട്ട് 11. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എന്തും മഞ്ഞയായേ കാണുകയുള്ളൂ. ആതിര ഒരു പുച്ഛത്തോടെ പറഞ്ഞതും എന്താ എന്താ നീ പറഞ്ഞേ? സുമ ദേഷ്യത്തിൽ എണീറ്റുകൊണ്ട് ചോദിച്ചു. മോളെ ആതിര, മിണ്ടാതെ കൈക്ക്. വിശ്വനാഥൻ അത് പറഞ്ഞതും ആതിര ഒന്നും മിണ്ടിയില്ല. പാറുമോൾ ഇവിടെ ഇരുന്നാൽ എന്താ ഗീതമോളെ, അവൾ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ, മോളും കഴിച്ചോ, ഭാനുവമ്മ സ്നേഹത്തോടെ പറഞ്ഞതും. അതെങ്ങനെ അമ്മേ, പാറു മനുഷ്യനും ഇവൾ മൃഗവുമാകും, അല്ലാത്ത വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. ആതിര വീണ്ടും ഉച്ചത്തോടെ പറഞ്ഞതും. ഡീ, നിന്റെ ഡയലോഗ് നിനക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന എനിക്ക് കൂടെ അങ്ങനെ തോന്നണ്ടേ? ഒരു വേലക്കാരി അവളുടെ സ്ഥാനത്ത് നിൽക്കണം. ഗീത ദേഷ്യത്തിൽ പറഞ്ഞതും. അവൾ ശിവേട്ടന്റെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കണ്ടിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല? കണ്ടിട്ടോ, ഇത് തമാശയായിട്ടുണ്ട്. ഈ മുഷിഞ്ഞ ഡ്രസ്സ് കണ്ട അങ്ങനെ പറയുമോ? ഗീത ഒരു പുച്ഛത്തോടെ പറഞ്ഞതു. ഒന്ന് നിർത്തുന്നുണ്ടോ? വിശ്വനാഥൻ ദേഷ്യത്തിൽ പറയുന്നതും അപ്പോഴേക്കും പാറു സങ്കടത്തോടെ എണീറ്റ് അവിടെ നിന്നും മുകളിലേക്കോടി. അത് കണ്ടതും ശിവൻ അത്രയും നേരം മിണ്ടാതിരുന്ന അവന് ദേഷ്യം വന്നു. ഗീത പാറു പോകുന്നത് കണ്ടതും സന്തോഷത്തോടെ അവളുടെ കസേരയിലിരുന്നു. പെട്ടെന്ന് ശിവൻ എണീറ്റു. ഗീത, എണീക്കടി. അവന്റെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് അവൾ എന്തെന്ന പോലെ അവനെ നോക്കി. ചി, എണീക്കടി. ശിവ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് എണീറ്റ് നിന്നു. ബാക്കിയുള്ളവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. എല്ലാവരും ഞെട്ടി അവനെ നോക്കുന്നുണ്ട്. അവനെ ഇത്രയും ദേഷ്യത്തിൽ അവരാരും ഇതുവരെ കണ്ടിട്ടേയില്ലായിരുന്നു. ശിവ മോനെ, പാർവതി എന്റെ ഭാര്യയാണ്, അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി. ദേഷ്യത്തിൽ ടേബിളിൽ കൈകൊണ്ട് ഒരു തല്ല് കൊടുത്തതും ഗ്ലാസ് പൊട്ടി അത് അവന്റെ കയ്യിൽ തറഞ്ഞിരുന്നു. ശബ്ദം കേട്ട് മുറിയിലുള്ള പാറു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി മുകളിൽ നിന്നും താഴേക്ക് നോക്കി. അയ്യോ മോനെ, കയ്യിൽ നിന്ന് രക്തം വരുന്നു. മുത്തശ്ശി ടെൻഷനോടെ പറഞ്ഞതും. ഏട്ടാ, രക്തം വരുന്നുണ്ട്. അയ്യോ മോനെ. സുമ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. അവന്റെ കയ്യിൽ പിടിച്ചതും അവൻ അവരുടെ കൈ തട്ടി മാറ്റി. ദേഷ്യത്തിൽ അവിടെ നിന്നും മുകളിലേക്ക് കയറി. ആദി ശിവന്റെ ഭാവങ്ങളെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ശിവൻ മുറിയിലേക്ക് വരുമ്പോൾ പാറു അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി നേരെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതും അവളുടെ കൈ അവന്റെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. അവൻ അതേ ദേഷ്യത്തോടെ തന്നെ അവളെ ഒരു നോട്ടം. അവൾ മെഡിക്കൽ ബോക്സ് കയ്യിൽ പിടിച്ചായിരുന്നു നിൽപ്പ്. മെഡിക്കൽ ബോക്സ് തുറക്കുന്നത് കണ്ടതും ഇതൊന്നും വേണ്ട, ഗൗരവത്തിൽ അതും പറഞ്ഞ് അവൻ പോകാൻ വേണ്ടി ഒരുങ്ങിയതും. എന്റെ കാലൊന്ന് വേദനിച്ചപ്പോ മരുന്ന് തേച്ച് തരാം, തിരിച്ച് ആ മുറിഞ്ഞ കൈകൾ ഒന്ന് എനിക്ക് സ്പർശിക്കാൻ പോലും ആവില്ല എന്നാണോ? പാർവും ഗൗരവത്തിൽ തന്നെയായിരുന്നു അത് ചോദിച്ചത്. അത് കേട്ടതും അവൻ തിരിച്ച് അവളെ നോക്കി. അവൾ അവനെയും. ഒരു വേള രണ്ടുപേരുടെയും മീകൾ ഒന്നൊരുമിച്ചു. അവൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ മാറ്റി. പെട്ടെന്ന് ബോക്സ് എടുത്തു. അവന്റെ കൈകളിൽ അവൾ പിടുത്തമിട്ടതും അവൻ അവളെ നോക്കി. അവൾ അവന്റെ മുറിയിൽ തന്നെ ശ്രദ്ധിച്ചു. അവൾ ശ്രദ്ധയോടെ അതെല്ലാം തുടച്ചു. അവളിൽ പതിഞ്ഞ അവന്റെ കണ്ണുകൾ അവളെ ഒന്ന് നോക്കി. പാറിപ്പറക്കുന്ന മുടിയകളും ആ കുഞ്ഞു കണ്ണുകളും അവന്റെ കണ്ണിൽ പെട്ടു. അവനൊരു കൗതുകം പോലെ അവളെ നോക്കി. പെട്ടെന്നാണ് അവളുടെ ഡ്രസ്സ് അവന്റെ കണ്ണിൽ പെടുന്നത്. അതിലേക്ക് നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്ന ശിവനെ കണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് കൈവീശി. എന്ത് പറ്റി, വേദനയുണ്ടോ? അവൾ സൗമ്യമായി ചോദിച്ചു. ഏയ് ഇല്ല. അവന്റെ കയ്യിൽ നല്ല വൃത്തിയിൽ മുറിവെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അതും നോക്കി അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും. എനിക്ക് വേണ്ടി എന്തിനാ വെറുതെ വീട്ടുകാരോട് വഴക്ക് കൂടുന്നേ? അത് കേട്ട് അവൻ ഒന്നും മിണ്ടിയില്ല, അങ്ങനെ തന്നെ നിന്നു. മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പാടില്ല. അവനിൽ നിന്നും മറുപടി ഇല്ലാഞ്ഞിട്ടും അവൾ പറഞ്ഞു. എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടായെന്ന് വരില്ല, എൻ്റെ അമ്മയെപ്പോലെ. പിന്നെ നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ആക്ഷേപിക്കുമ്പോൾ നിനക്ക് തിരിച്ച് മറുപടി പറഞ്ഞാൽ എന്താ? അല്ലാതെ അതെല്ലാം കേട്ട് നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പറയുവല്ല വേണ്ടത്. ശിവൻ തലയൊന്ന് ചിരിച്ച് അവളോടായി പറഞ്ഞു. അവളൊന്ന് മൂളി. നീയൊന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. പുറത്തേക്കോ?
അതിന് അവൻ മറുപടി ഒന്നും നൽകിയില്ല. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. ഇതെന്താ ഇങ്ങനെ മസിൽ പിടിച്ച് സംസാരിക്കുന്നേ? ആ കലിപ്പും ഇത് രണ്ടും ഒഴിവാക്കിയാൽ ആളൊരു പാവമാ. ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുന്ന അവനെ നോക്കി അവൾ ഓർത്തു പറഞ്ഞു, എന്നെ നോക്കി നിൽക്കാതെ നീ പെട്ടെന്ന് ഫ്രഷായി വരുന്നുണ്ടോ? കലിപ്പിൽ അവനത് പറഞ്ഞതും അവളൊന്ന് ഞെട്ടി. ഓ, ഇയാൾക്കത് പുറകിലാണോ കണ്ണ്? അതും ആലോചിച്ചു കണ്ട് പാറു മുത്തശ്ശി വാങ്ങിക്കൊടുത്ത പുതിയ ധാവണിയും എടുത്തിറങ്ങി. അവൻ മുറിയുടെ പുറത്തുള്ള സോഫയിൽ കിടപ്പായിരുന്നു. മുഖത്ത് കയ്യും വെച്ച് കിടക്കുന്ന അവനെ പാറു നോക്കി. എങ്ങനെയാ ഞാൻ വിളിക്കുക? ഒന്ന് ചുമച്ചതും അവൻ അവളെ നോക്കി. അവളെ കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ എണീറ്റു. അവൻ മുമ്പിൽ നടന്നതും അവളും അവന്റെ കൂടെ നടന്നു. താഴേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലെ മറ്റു അംഗങ്ങളെല്ലാം വലിയ കാര്യമായി എന്തോ സംസാരിക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങി വരുന്ന ഇവരെ കണ്ടതും അവരെല്ലാം ഇവരെ നോക്കി. ശിവ അവരെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ നേരെ നടന്നു. അവൾ ഇവരെയെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ കൂടെ നടന്നു. മോനെ, നിങ്ങൾ എങ്ങോട്ടാ? ഒന്ന് പുറത്തേക്കാണ് മുത്തശ്ശി. ഈ രാത്രിയിലോ? രാത്രിയൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല. പെട്ടെന്ന് സുമ ദേഷ്യത്തിൽ പറഞ്ഞതും. പിന്നെ രാത്രി പോകാനുള്ളിടത്തേക്ക് പകലാണോ പോകുക? ആതിരയായിരുന്നു ഇപ്രാവശ്യം മറുപടി കൊടുത്തത്. നീ എന്തിനാ ഇതിനെല്ലാം ഇടപെടുന്നേ? ഗീത പുച്ഛത്തോടെ ചോദിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ ഇവർക്ക് ഹണിമൂണൊന്നും പോകണ്ടേ? അതിനെല്ലാം അനുവാദം ചോദിച്ചിങ്ങനെ നടക്കണോ? അവളുടെ സംസാരം കേട്ട് പാറു ഒന്ന് ഞെട്ടി ശിവനെ നോക്കി. ശിവനും ആതിരയുടെ സംസാരം കേട്ട് ഒന്ന് തിരിഞ്ഞ് പാറുവിനെ നോക്കി. ഹണിമൂൺ എന്ന് കേട്ടതും ഗീതയുടെ മുഖം ദേഷ്യത്തോടെ വീണ്ടും വീർത്തു വരുന്നുണ്ടായിരുന്നു. ശിവൻ ഒന്നും മിണ്ടാൻ നിൽക്കാതെ പുറത്തേക്കിറങ്ങി. അവന്റെ കൂടെ പാറുവും ഇറങ്ങി. പാറു മുത്തശ്ശിയെ ഒന്ന് നോക്കിയതും അവർ കണ്ണടച്ച് കാണിച്ചതും ആതിരയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തിരിച്ച് അവളും പുഞ്ചിരിച്ചു. മൗനമായി യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. കാറിൽ അവൾ ഇരിക്കുമ്പോൾ അവൻ ഡ്രൈവിംഗിൽ ശ്രദ്ധ നൽകിയിരിപ്പാണ്. പാറു കാറിൽ നിന്നും പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിക്കുമായിരുന്നു. കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വലിയ ശീലമൊന്നും പാറുവിനില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഒത്തിരി സന്തോഷിച്ചിരുന്നു. രാത്രിയിലെ ആ യാത്ര അവൾ ആസ്വദിച്ചു സീറ്റിൽ ചാരിയിരുന്നു. അവൻ വെറുതെ അവളെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ എല്ലാം കണ്ട് ആസ്വദിക്കുവാണെന്ന് മനസ്സിലായതും അവൻ സ്പീഡൊന്ന് കുറച്ചു. അത് ശ്രദ്ധിച്ച പാറു അവനെ തിരിഞ്ഞു നോക്കി. അവൻ അവളെ നോക്കാതെ മുന്നോട്ട് നോക്കി. അവൾ തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി. അങ്ങനെ അവൻ കാറ് കൊണ്ടുപോയി നിർത്തുന്നത് വലിയൊരു തുണിക്കടയുടെ മുമ്പിലായിരുന്നു. അത് കണ്ട് അവൾ ഞെട്ടി തിരിഞ്ഞ് അവനെ നോക്കി. ഇറങ്ങ്. ഇവിടെയോ? എന്താ ഇവിടെ ഇറങ്ങാൻ പാടില്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. നീത ആൻറ്റി പറഞ്ഞത് കൊണ്ടാണോ? എനിക്ക് ഡ്രസ്സെല്ലാം ഉണ്ടല്ലോ, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം, നീ ഇറങ്ങ്. ശിവ, നീ ഇറങ്ങുന്നുണ്ടോ? പാറു പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ദേഷ്യത്തിലുള്ള അവന്റെ മറുപടി വന്നിരുന്നു. അത് കേട്ടതും ഞെട്ടിക്കൊണ്ട് ചാടി ഇറങ്ങി. എൻ്റെ ദേവി, എന്ത് ദേഷ്യമായത്! കാറിൽ നിന്നും ഇറങ്ങി നെഞ്ചിൽ കയ്യും വെച്ച് അവൾ മനസ്സിൽ പറഞ്ഞു. കാറിൽ നിന്നും ഇറങ്ങി അവൻ മുന്നോട്ട് നടന്ന് ഒന്ന് മടിച്ച് അവളും അവന്റെ കൂടെ നടന്നു. അവർ ആദ്യം പോയത് ജീൻസിന്റെ ഏരിയയിലേക്കായിരുന്നു. ഓ, ശിവേട്ടനെടുക്കാനായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. പാറു അത് മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോഴാണ്, നിന്റെ സൈസിലുള്ള ജീൻസ് എടുത്തേ. എന്റെയോ? പാറു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല, എന്റേത്. നിനക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും, ഞാൻ ജീൻസ് ഒന്നും ഇടാറില്ല, ധാവണിയേ ഇടാറുള്ളൂ. അത് അവൻ കേൾക്കാതെ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചു. ഇവൾക്ക് വേണ്ട ജീൻസ്, ടോപ്പ്, കുർത്തീസ്, ചുരിദാർ, സാരി എല്ലാം ഒരു 8 കൂട്ടം ഉണ്ടാവണം. അവൻ അത്രയും പറഞ്ഞതും ഓക്കെ സാർ, അതും പറഞ്ഞ് അവൻ ഒരിടത്ത് പോയിരുന്നു. പാറു അത് കേട്ട് വാ പൊളിച്ചു. മേഡം, ജീൻസ് ഏതാ വേണ്ടേ? ആ പെൺകുട്ടി പാറുവിനോടായി ചോദിച്ചതും, ഏയ്, ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല, എനിക്ക്. പാറു ഒരു മടിയോടെ അത് പറഞ്ഞതും, ഞാൻ സഹായിക്കാം മേഡം, മേഡത്തിന് വേണ്ട കളർ പറഞ്ഞാൽ മതി, എൻ്റെ കൂടെ വന്നോളൂ. അവൾ ആ പെൺകുട്ടിയുടെ കൂടെ പോയി. പാറു അവിടെയെല്ലാം അത്ഭുതത്തോടെ നോക്കുമായിരുന്നു.
ആരെങ്കിലും കൊണ്ടുവന്ന ഡ്രസ്സ് ഇടും, അല്ലാതെ സ്വന്തമായ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് ആദ്യമായിട്ടായിരുന്നു അവൾ എടുക്കുന്നത് പോലും. മേഡം, ഇതെങ്ങനെയുണ്ട്? ഇത് മേഡത്തിന് നല്ല ഭംഗിയുണ്ടാവും. എന്നെ മേഡം എന്നൊന്ന് വിളിക്കല്ലേ, പാർവതി, അതാണ് പേര്, അത് മതി. ആ ഓക്കെ മേഡം. ഓ സോറി പാർവതി. നിന്റെ പേരെന്താ? അയാന. ഡ്രസ്സ് എടുക്കുന്നതിനോടൊപ്പം അവർ രണ്ടുപേരും സംസാരിച്ച് കൂട്ടുകൂടിയിരുന്നു. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? നിന്റെ ഭർത്താവിന്റെ ദേഷ്യം കണ്ടു പറഞ്ഞതാ. അതെല്ലാം പേടിയോടനുസരിക്കുന്ന നിന്നെ കണ്ടപ്പോ തോന്നി. അതിന് മറുപടിയായി പാറു ഒന്ന് പുഞ്ചിരിച്ചു. പാറുവിനനുസരിച്ച ഡ്രസ്സെല്ലാം അവൾ സെലക്ട് ചെയ്ത് നൽകി. അവൻ പറഞ്ഞതുപോലെ ഒരുപാട് ഡ്രസ്സ് അവൾ എടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അയാനയോട് യാത്ര പറഞ്ഞ് പാറു അവന്റെ അടുത്തേക്ക് വന്നു. ബാക്കി പറയാതെ അവനെ നോക്കിയതും, കഴിഞ്ഞോ? എന്നാ നീ വണ്ടിയിൽ പോയിരിക്ക്, ഞാൻ വരാം. ശിവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ വണ്ടിയുടെ അടുത്തേക്ക് പോയി നിന്നു. അവിടെയുള്ള ആളുകൾ വണ്ടിയെ ഡ്രസ് കവർ ചെയ്തു കൊണ്ടുവരുന്നത് കണ്ട് പാറുവിന്റെ കണ്ണുകൾ മീഞ്ഞു വന്നു. എന്റെ ദേവി, എന്റെ ഡ്രസ്സാണ്. ഇതിനെല്ലാം കൂടെ പൈസ എത്രയോ ആയി കാണും. ശിവേട്ടനോടാണെങ്കിലോ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാനും പാടില്ലല്ലോ. മിണ്ടിയ ദേശത്തോരോട് ചോദ്യവുമാകും. എല്ലാം കഴിഞ്ഞ് ശിവൻ വന്ന് വണ്ടിയും എടുത്തു. സമയം ഒത്തിരി ആയിരുന്നു. ശിവൻ നല്ല സ്പീഡിലായിരുന്നു വണ്ടി ഓടിക്കുന്നത്. ആദ്യമൊന്ന് പാറു പേടിച്ചുവെങ്കിലും പതിയെ സീറ്റിൽ ചാരിയിരുന്ന് അവർ ഉറങ്ങിയിരുന്നു. പെട്ടെന്നാണ് വലിയൊരു ബ്രേക്ക് പിടിക്കുന്നത്. പാറു ഞെട്ടിക്കൊണ്ട് ചാടി എണീക്കുമ്പോൾ ശിവൻ തീഷ്ടിൽ വണ്ടിയും നിർത്തി അതിൽ നിന്നും ഇറങ്ങി. പാർവതി ഒന്നും മനസ്സിലാവാതെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തു നിൽക്കുന്നവരെ കണ്ടതും പാറുവിന്റെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. ഭയവും അവളിൽ വന്നു നിറഞ്ഞു. തുടരും.